ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ എന്നും കരുതും എണ്ണയിൽ പൊരിച്ച കടിയൊന്നും വേണ്ട. നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണമെന്ന്. പക്ഷെ നമ്മൾ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിലൊക്കെ പൊരിച്ച കടിയല്ലേ ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ വീണ്ടും എണ്ണയിൽ പൊരിച്ച കടി തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒട്ടും എണ്ണയില്ലാത്ത നല്ല അടിപൊളി ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിതാ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്കാട്ടോ വെച്ചെടുക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഴം വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതാ ഈ ഒരു പാകത്തിനാട്ടോ നമ്മൾ പഴം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് നമുക്ക് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ പഴം നല്ല സെറ്റായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഏലക്കായായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്യാം. ഇനി അരിപ്പൊടി വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയില്ലേ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മതിയാവും കേട്ടോ ഉപ്പ്. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പഞ്ചസാര, നിങ്ങൾക്കിനി മധുരമൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചേർക്കണ്ടില്ല കേട്ടോ പഞ്ചസാര. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നല്ല മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ചേർത്തത് ഓയിലാട്ടോ. അപ്പോൾ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി ഇത് അടിച്ചെടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പം കറക്റ്റായിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പാകത്തിന് നമ്മളെ മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിയൊക്കെ നമ്മൾ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കൂലേ, ആ ഒരു പാകത്തിന് വേണം കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആകുന്നവരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത് ചെറിയൊരു ചൂടോടുകൂടി നമ്മൾ പഴമൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ തന്നെ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കും. നന്നായിട്ട് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യുമേ. ഇനി നമ്മൾ ഇതിനെ 2 പീസാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ചെയ്യുന്നത്. 2 ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ കേട്ടോ. 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. നമ്മൾ നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ആ ഒരു തേങ്ങയിലേക്ക് നമുക്കിനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം കേട്ടോ. അതൊന്ന് മെൽറ്റാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കിയിട്ട് ചേർക്കാം. പിന്നെ അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ആ പൊടി ചേർക്കാം. ഇനി പഞ്ചസാര ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവേ. അതിലേക്ക് ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പച്ച തേങ്ങയിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ ഒരു തേങ്ങയൊക്കെ നമ്മൾ ഇതിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി തേങ്ങയിൽ ആ പാലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം കുറച്ച് ഗീ ആട്ടാക്കി കൊടുക്കുന്നത്. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗീ ചേർക്കുന്നത്. അപ്പോൾ ഗീ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ മാവിന്ന് ഒരു പീസ് എടുക്കാം കേട്ടോ. ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണേ. ഒരുപാട് തടിയുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി മാവ് കുറക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉണ്ടാക്കാം കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അളവനുസരിച്ചിട്ട് കറക്റ്റാണ്. ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം തന്നെയാണ് ഇത്. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് നൈസാക്കിയിട്ട് എടുക്കണേ. ഒരുപാട് തടി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് പരത്തി എടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാ ഭാഗം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ
അത് നിറയെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. 1/2 കപ്പ് തേങ്ങ മൊത്തത്തിൽ നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകും. നിറയെ തേങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തുനിന്ന് കിട്ടുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ അതുപോലെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേറൊരു പീസും കൂടി ഇല്ലേ നമ്മളെ മാവ്. ആ ഒരു മാവ് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒന്ന് വാഴയില വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെ തേങ്ങയൊക്കെ നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങയൊന്നും ഒരുപാട് ഇഷ്ടമില്ലാത്തവരെന്നുണ്ടെങ്കിൽ ഇത്ര അധികം തേങ്ങ ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കുറച്ചെടുത്താൽ മതി. 1/2 കപ്പ് തേങ്ങ എന്നുള്ളത് 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. പക്ഷേ തേങ്ങ ഒരുപാട് ചേർക്കുന്നതോറും നമ്മൾ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റൊരു പീസ് ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഈ ആദ്യം ഈ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മാവ് കറക്റ്റ് അളവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റാത്തന്നില്ലേ, ഇത് പെട്ടെന്ന് നമുക്ക് ഒരുപാട് ടൈം എടുക്കുക ഒന്നും ചെയ്യാതെ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു പാകത്തിന് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അപ്പോൾ ആ ഒരു ടൈമിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അധികം വെള്ളം ഒന്നും ചേർക്കേണ്ടിയില്ല. പഴത്തിൻ്റെ വെള്ളം മാത്രം മതിയാവട്ടെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതാ സൈഡ് ഭാഗം നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ പൊന്തി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, ഒരുപാട് സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തതാണ്. ഇപ്പോൾ ചൂടൊക്കെ ആറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ അത് ആ ഒരു പാത്രത്തിൽ നിന്ന് അത് തന്നെ അങ്ങ് വിട്ട് വരുവേ. നമ്മൾ ഒരുപാട് കത്തിയെടുത്ത് കുത്തി ഒന്നും ആവശ്യമില്ല. അതങ്ങ് ഇളകി വന്നോളൂ. നമ്മൾ കറക്റ്റ് അളവിൽ മാവ് ഉണ്ടാക്കിയാൽ മാത്രം മതിയാവേ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ലാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ്. നമ്മളെ മനസ്സും വയറും നിറയെന്ന് പറയില്ലേ, അതുപോലെയുള്ള നല്ല കിടിലനായിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.